ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സദ്യയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അവിയൽ എന്നൊക്കെ പറയുമ്പോൾ ഒട്ടുമിക്ക മലയാളികളും ട്രൈ ചെയ്തിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. പക്ഷേ പലർക്കെങ്കിലും അത് കറക്റ്റ് ആയിങ്ങാണ്ട് നല്ല ടെക്സ്ചറിലൊന്നും കിട്ടാറില്ല, വല്ലാണ്ട് ഉടഞ്ഞു പോയിട്ടൊക്കെയാണ് കിട്ടാറ്. അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവരൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അവിയൽ തയ്യാറാക്കിയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു വലിയ പാത്രം എടുത്ത് സ്റ്റൗവിൽ വെക്കുക. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ വലിയ പാത്രം എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചേന, ഒരു ചെറിയ കഷ്ണം ചേനയാണ്, ഇത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. അത് ഇതിൽ ചേർത്തിയിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ലക്ഷ്മി മാം ഓണം സീരീസ് ചെയ്തപ്പം അതിൽ കാണിച്ചിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ ആദ്യം എല്ലാം കൂടെ ഒരുമിച്ചാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ചേനയാണ് നമുക്ക് കുക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ അതൊരു 3-4 മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർക്കുകയാണ്. അതായത് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസായിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു 4 മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 8-10ഓളം നമ്മുടെ പയർ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലേക്ക് നേന്ത്രക്കായ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ചിലർ കുമ്പളങ്ങ, വെള്ളരിക്കൊക്കെ ചേർക്കുന്നവരുണ്ട്. അതെങ്ങനെയാണോ നിങ്ങളുടെ ചോയ്സ് അതിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ നേന്ത്രക്കായ കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നേന്ത്രക്കായ ഒന്നും കുറേ നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കരുത് കേട്ടോ, അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് പോകും. അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഓൾമോസ്റ്റ് ഈ പാത്രം തന്നെ മുഴുവനായിട്ടുള്ള പച്ചക്കറികളുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എനിക്കിത് ഈ ഒരു പാത്രം നിറയെ പച്ചക്കറികളായതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പം ആ സദ്യയുടെ തിരക്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണ് പാത്രത്തിൻ്റെ ആ ഒരു സൈസ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രം മാറ്റിയിട്ട് കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിലേക്ക് ഈ പച്ചക്കറികളെല്ലാം കൂടെ ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. മറ്റൊരു പാത്രം വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു പച്ചക്കറി കംപ്ലീറ്റ് ഇതിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ വന്നിട്ടുള്ള ആ ഒരു ചേനയൊക്കെ ഇപ്പോൾ ഏറ്റവും മുകളിലാണ് എത്തിയിട്ടുള്ളത്. അത് നമ്മൾ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് താഴേക്ക് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. കാരണം ഇതിനകത്ത് കുറച്ച് കൂടുതൽ കുക്കിംഗ് ടൈം എടുക്കുക, നമ്മുടെ ചേന കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഹീറ്റ് തട്ടുന്ന ഭാഗത്തേക്ക് തന്നെ ചേന നമ്മൾ മിക്സ് ചെയ്തിട്ട് ആക്കിയിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒതുക്കി കൊടുക്കുക കേട്ടത്. ഇപ്പോൾ ചെറിയ തീയിൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ്. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുക്കുക. നാടൻ മഞ്ഞളാണ് കേട്ടോ, നല്ല കളർ ഉണ്ടാവും. പിന്നെ നമുക്ക് മുളക് പൊടി ചേർക്കണം. ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മൾ പൊടികൾ ചേർത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്യേണ്ട. ഇതും നമ്മുടെ ലക്ഷ്മി മാമിൻ്റെ ടിപ്പാണ് കേട്ടോ. മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ തന്നെ നമ്മളിതിൻ്റെ ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ടായി ഒന്ന് സ്റ്റീമൊക്കെ കയറിയതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അവയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്, വലിയ തേങ്ങ കംപ്ലീറ്റ് ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 8 പച്ചമുളക് വരെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവ് എങ്ങനെയാണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ നമുക്ക് ചെറിയ ജീരകം വേണം. അത് ഏകദേശം ഒരു 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർക്കാം. നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ വേണമെങ്കിൽ കുറക്കാം കേട്ടോ ചെറിയ ജീരകത്തിൻ്റെ ക്വാണ്ടിറ്റി. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അത് അവിടെ ഞാൻ ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ നമ്മളത് അരച്ചെടുക്കാൻ. അരക്കുക മീൻസ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയിലൊക്കെ നന്നായിട്ട് സ്റ്റീം കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഇപ്പോൾ ഈ ഒരു സമയമാണ് നമ്മൾ നല്ല പോലെ ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഉടച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പാത്രം കുലുക്കിയെടുത്തിട്ടോ അതല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തിയിട്ടുണ്ട്. ഇതൊന്ന് ഒതുക്കി കൊടുക്കാം. അപ്പോൾ ചേനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഞാനത് ചെറിയ തീയിൽ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തേങ്ങ ചിരകി എടുത്ത് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് നിർത്തി അങ്ങനെ ഒതുക്കി എടുത്താൽ മതി. അതൊരു ഭാഗത്തോട്ട് റെഡിയാക്കിയിട്ട് വെക്കണം. ഇനി നമ്മൾ നമ്മുടെ അവിയലിന് പുളിക്ക് വേണ്ടിയിട്ട് ഇവിടെ തൈരല്ല ചേർക്കുന്നത്, നല്ല പുളിയുള്ള പച്ച മാങ്ങയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ തൈര് ചേർക്കുന്നവരുണ്ട്, തൈര് ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തൈര് ചേർത്തിയാൽ മതി. ഇപ്പം ഞാനിവിടെ പുളിയുള്ള പച്ച മാങ്ങയാണ് ചേർക്കുന്നത്, തൊലിയൊന്നും കളയാതെയാണ് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു മാങ്ങ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ഏറ്റവും താഴെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട്
അത് വെച്ച് ഈ ഒരു വെജിറ്റബിൾസ് വെച്ച് ഇത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു സ്റ്റീം കൊണ്ട് നമ്മുടെ ആ ഒരു മാങ്ങ നന്നായിട്ട് ഉടഞ്ഞ് കുക്കായിട്ട് വരും. അപ്പോൾ അത് ഏറ്റവും താഴെ ചേർത്തിയ ശേഷം ഈ വെജിറ്റബിൾസ് വെച്ചിട്ട് അത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ഒതുക്കി കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒതുക്കി കൊടുക്കുക. അപ്പോൾ തീ വളരെ ചെറിയ തീയിൽ വെക്കുക കേട്ടോ, അടി പിടിക്കരുത്. ഇതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ആ ഒരു മിക്സ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ, എങ്കിലേ നമ്മുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള എരിവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു തേങ്ങ കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. ഇതിന് ശേഷം നമ്മളിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 2-3-4 മിനിറ്റ് കുക്ക് ചെയ്യണം. ചെറിയ തീയിൽ കുക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ളൊരു മാങ്ങയുടെ 2 ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങ എത്രത്തോളം പുളി ഉണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം ഇതിലേക്ക് മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാങ്ങയും നമ്മുടെ തേങ്ങയുടെ മിക്സൊക്കെ ചേർത്തിട്ട് 3-4 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിതിൻ്റെ ലിഡ് മാറ്റിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു തേങ്ങയും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള മാങ്ങയൊക്കെ എന്തായിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി ഇതിലങ്ങ് ചേർന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു പോകുന്ന രീതിക്ക് ആയിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഉടച്ചിട്ട് എടുക്കണ്ട കേട്ടോ. ഇതുപോലെ പാത്രം ഇങ്ങനെ തട്ടിയെടുത്താലും മതി. അപ്പോഴേ നമ്മുടെ പച്ചക്കറികളൊന്നും ഉടയാതെ നമുക്ക് കിട്ടും. പിന്നെ ഒരു ഇത്തിരിയൊക്കെ ഉടഞ്ഞിട്ടായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുക കേട്ടോ അവിയലിന്. പിന്നെ പലർക്കും ഇഷ്ടങ്ങൾ വേറെയാണ്. ചിലർക്ക് ഒട്ടും തന്നെ ഉടഞ്ഞു പോകാൻ പാടുണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഒട്ടും തന്നെ അത് മിക്സ് ചെയ്യാതെ പാത്രം മാത്രം ഷേക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കൊരു ഇത്തിരി കൂടെ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഫൈനലായിട്ട് ചേർക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ്, അതായത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂട് പോയി കഴിയുമ്പോൾ ഒരു ഇത്തിരി ഡ്രൈ ആവട്ടോ, കാരണം നമ്മളിതിൽ തൈര് ചേർക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം പോലുള്ളൊരു എന്താ പറയുക ക്രീമി ആയിട്ടുള്ളൊരു അവിയലിൻ്റെ ഒരു കണ്ടീഷനല്ല, കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.